പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. അനുഗ്രഹീതമായ നല്ല രാവിലേക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ, ഈ നല്ല ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് അനുവദിച്ച ഈ മനോഹരമായ സമയത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. परमेश्वर के नाम की महिमा हो. एक और अच्छा दिन दिया है परमेश्वर ने. परमेश्वर के नाम की स्तुति करने के लिए, परमेश्वर की आराधना करने के लिए परमेश्वर ने हमें एक और बहुत ही अच्छा मौका दिया है. ഈ കഴിഞ്ഞ ഒരാഴ്ച കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ മേലുണ്ടായിരുന്നു. ദൈവം നമ്മെ സൂക്ഷിച്ച വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി കരേറ്റാമല്ലോ. परमेश्वर को धन्यवाद करते करते पिछले हफ्ते जो है परमेश्वर ने हमें अच्छे तरह से चलाया. उसकी उपस्थिति जो है हमारे साथ हमेशा थी. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ഈ ആരാധന അനുഗ്രഹത്തിനായി ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഈ സമയം ഇടയാകട്ടെ. हम जो है अपने आप को परमेश्वर के हाथों में सौंपते हैं और इस आराधना के आशीष के लिए भी हम प्रार्थना करेंगे. Praise the Lord. Hallelujah. Glory to God. Glory to God. Glory to God. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാവിലേക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, അങ്ങേ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ഞങ്ങളുടെ ആയുസ്സിലൊരു സന്ദർഭം കൂടെ അങ്ങ് ദാനമായി തന്നല്ലോ കർത്താവേ. ഈ കഴിഞ്ഞു പോയ ദിനങ്ങളൊക്കെയും ദൈവത്തിൻ്റെ മഹാകൃപയും കരുണയും ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയായി. അനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ വിടുവിച്ചല്ലോ, ക്ഷേമത്തോടെ പരിപാലിച്ചല്ലോ. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അങ്ങ് ഒരുക്കി തന്നതിനാൽ സ്തോത്രം. ഇന്നയോളം ഞങ്ങളെ കരുതിയ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. വിശേഷാൽ ഇന്ന് പകലിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അളവില്ലാതെ ഞങ്ങൾ അനുഭവിപ്പാനിടയാക്കണമേ. കർത്താവേ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാനും ദൈവത്തോട് നന്ദി കരേറ്റുവാനും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ഹിതവും പ്രസാദവുമുള്ള യാഗങ്ങളായി സമർപ്പിക്കുവാനും കർത്താവ് ഇടയാക്കണമേ. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കണമേ. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ പ്രിയജനങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നിന്റെ ജനത്തോട് കർത്താവ് കരുണ കാണിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള സൗഖ്യം, ആരോഗ്യം, ദൈവകൃപ, ദൈവിക അനുഗ്രഹങ്ങളെല്ലാം ഉയരത്തിൽ നിന്ന് വീണ്ടും ദാനം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശേഷാൽ അങ്ങയുടെ പുണ്യാഹരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഏകാഗ്രതയോടെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കർത്താവിങ്കൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. എല്ലാ നിലകളിലും സ്വർഗ്ഗം ആദരിക്കണമേ. എല്ലാ നല്ല ദാനങ്ങൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് ഈ പകൽക്കാലം ഏകാഗ്രതയോടെ, പ്രാർത്ഥനയോടെ ഈ ആരാധനയിൽ ചേർന്ന് വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. परमेश्वर की उपस्थिति में जो हम एक साथ, एक मन के साथ जो है हम इस आराधना में भाग लेंगे आगे. ഇന്ന് പകലിൽ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. और जो घरों में बैठकर इस आराधना में भाग ले रहे हैं, परमेश्वर उन सबको भी आशीष करे. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുവിൻ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. और खास तौर से आराधना में भाग लेने वाले सारों को जो है यीशु मसीह के नाम से वंदन करता हूँ. നാം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് തക്കവണ്ണം ദൈവത്തിന് നന്ദിയും മഹത്വവും കരയേറ്റുവാൻ കടപ്പെട്ടവരാണ്. परमेश्वर ने जो उपकार हमारे लिए किया है उसके लिए हमें परमेश्वर के लिए धन्यवाद भी करना है. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകരുവാനും സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. और परमेश्वर जो है हमें मदद करे ताकि हम हमारे पूरे मन से जो है परमेश्वर की आराधना कर सके. ഈ സമയം ചില പാട്ടുകൾ പാടി നാം ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും പോകുന്നതിനായിട്ട് കൊയറിനെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. आगे का कुछ समय जो है मैं कोयर टीम को आगे बुलाता हूँ. वो हमारे लिए वर्शिप में आगे अगुवाई देंगे. उनके लिए भी हम प्रार्थना करेंगे, उनको भी आशीष करें. परमेश्वर ने और एक सुंदर अवसर हमारे ज़िंदगी में दिया कि हम उनकी स्तुति और आराधना करें. परमेश्वर ने जो भी उपकार हमारे ज़िंदगी में किया वो सबको याद कर कर आज हम उनकी स्तुति और आराधना करेंगे. भजन संगीता में दाऊद कहता है कि परमेश्वर ने जो भी भलाई मेरे लिए किया उसके लिए मैं क्या करूं उनके बदले में. तो वो कहता है कि उद्धार का कटोरा उठाकर परमेश्वर की स्तुति करेंगे. तो आज हम मिलकर परमेश्वर की स्तुति और आराधना करेंगे. साथ में ताली बजाकर परमेश्वर की स्तुति करेंगे. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോയുടെ ദാനത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീതവുമവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീതവുമവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തണമേ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവനോ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. Jesus, hallelujah, hallelujah. Oh, Jesus, praise your name.
शांति देता वो नाम चंगा है। जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति देता वो नाम चंगा है। जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा है। ओ यीशु तेरा नाम सबसे ऊंचा है। बीमारी से, गरीबी से, श्राप से है छुड़ाता वो नाम में जो अंधों को रोशनी भी देता। बीमारी से, गरीबी से, श्राप से है छुड़ाता वो नाम है जो अंधों को रोशनी भी देता। जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, वो यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा है। 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 ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം പെരുത്തിയിടുക, വേഗം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിടുക, ലോകം പെരുത്തിയിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാം. ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുക. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ദേശമെങ്ങും മുഴങ്ങിടുന്നു. ക്രിസ്തുവീരരുണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തുവീരരുണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. കാക്ഷികൾ ഇടിച്ചു കളകാൻ, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. കാക്ഷികൾ ഇടിച്ചു കളകാൻ, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ,
हम आपके प्यार के लिए आपको स्तुति करते हैं पिता। आपने उस क्रूस तक हमसे प्यार किया, इसलिए हम आपको धन्यवाद करते हैं। अपने आप को पूरी तरह आपकी ओर समर्पण के साथ हम आपकी स्तुति और आराधना करते हैं पिता। थैंक यू लॉर्ड जीसस, थैंक यू। तेरा प्यार है महान, तेरा प्यार है जहाँ, मैं जो पहले मुर्दा था तूने डाली मुझ में जान। तेरा प्यार है महान, तेरा प्यार है जहाँ, मैं जो पहले मुर्दा था तूने डाली मुझ में जान। क्यों ना बोलो फिर मैं तेरी जय जयकार, क्यों ना बोलो फिर मैं तेरी जय जयकार। ओ जय जयकार, जय जयकार। तूने मेरे लिए क्या कुछ ना किया। वो जय जयकार, जय जयकार। तूने मेरे लिए क्या कुछ ना किया। मेरी सूरत बिगड़ी थी, मेरा दिल था खाली, तूने सिंचा था उनसे ताकि आई हरियाली। मेरी सूरत बिगड़ी थी, मेरा दिल था खाली, तूने सिंचा था खून से ताकि आई हरियाली। क्यों ना बोलो फिर मैं तेरी जय जयकार, क्यों ना बोलो फिर मैं तेरी जय जयकार। जय जयकार, जय जयकार। तूने मेरे लिए क्या कुछ ना किया। ओ जय जयकार, जय जयकार। तूने मेरे लिए क्या कुछ ना किया। आई जीवन में खुशी, आई अपनी जिंदगी, तूने जिंदा साफ किया, तूने ये किया। आई जीवन में खुशी, आई अपनी जिंदगी, तूने जिंदा साफ किया, तूने यह किया। क्यों ना बोलो फिर मैं तेरी जय जयकार। क्यों ना बोलो फिर मैं तेरी जय जयकार। जय जयकार, जय जयकार। तूने मेरे लिए क्या कुछ ना किया। जय जयकार, जय जयकार। तूने मेरे लिए क्या कुछ ना किया। अपनी रूह से भर दिया, अपनी शक्ति मुझको दी, ताकि दूं मैं गवाही तेरी जी उठने की। अपनी रूह से भर दिया, अपनी शक्ति मुझको दी, ताकि दूं मैं गवाही तेरी जी उठने की। क्यों ना बोलो फिर मैं तेरी जय जयकार। बोलो फिर मैं तेरी जय जयकार। वो जय जयकार, जय जयकार। तूने मेरे लिए क्या कुछ ना किया। हम गाए ओ जय जयकार यीशुए, जय जयकार। तूने मेरे लिए क्या कुछ ना किया। जय जयकार, ओ जय जयकार, जय जयकार। तूने मेरे लिए क्या कुछ ना किया।
എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യതായരെ ഉന്നതരാക്കി എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യതായരെ ഉള്ളവരാക്കി സർവഭൂമിക്കും രാജാവു നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോനും നീയേ നിന്റെ പ്രവർത്തികൾ അതിശയമേ എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി Sing hallelujah. എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ ജീസസ് ഓ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ യോഗ്യനേശുവേ ഓ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ ഓ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി Oh Jesus, thank you Father, Lord Jesus, we praise you Lord. Hallelujah, thank you for your love Lord Jesus. Amen Jesus, hallelujah. Heavenly Father, Lord, we praise you, Jesus, for this wonderful time that you've given us to praise your name, to glorify your name, O Lord Jesus, on the Sunday morning, O Lord Jesus. Father, though we are not together, Lord Jesus, in our homes, we come together, praise you and worship you with our whole hearts, O Lord Jesus. And we believe that your presence is in our midst today, O Lord Father. Lord, we thank you for all the blessings that you have done for us, for the love that you have showered on us, O Lord Jesus, Father. Until the cross, you loved us, O Lord. You cleansed us with your blood, Father. You made us your children, Father. We thank you for that. We thank you for your presence, for your protection and your guidance which you have provided us with, the Lord, Father. We submit all of your children who are worshipping along with us today into your hands. Let your presence guide and bless all of them. Let your Holy Spirit lead us along each and every day of our lives, O Lord, Father. Let your name be glorified through us, Father. We submit ourselves completely into your hands. Thank you for hearing our prayer, Lord Jesus. In Jesus' precious name we pray. Amen. Jesus. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ. परमेश्वर का धन्यवाद करते, अच्छे अच्छे गीत गाकर परमेश्वर की आराधना करें, स्तुति करने में परमेश्वर ने मदद किया, ऐसे धन्यवाद करते हैं। പ്രത്യേകാൽ കൊയറിനുള്ള നന്ദി അറിയിക്കുന്നു. खास तौर से कोयर टीम को मैं अपना धन्यवाद करता हूं। ചില സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം വേർതിരിക്കുകയാണ്. आगे का कुछ समय जो हम प्रार्थना करने के लिए भागेंगे, ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാമല്ലോ. और जो है हम एक साथ मिलकर प्रार्थना करेंगे। ഈ കഴിഞ്ഞ ദിനങ്ങളൊക്കെ നാം പ്രാർത്ഥിച്ച
പ്രാർത്ഥനകളുടെ മറുപടികൾ നമുക്ക് കാണുവാനിടയായി. और हमने जो पिछले दिनों में प्रार्थना के लिए विषय थे उन विषयों से कई सारे उत्तर भी हमें मिले. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു. കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരമരുടെ മേൽ വയ്ക്കുവാൻ നാം പ്രാർത്ഥിക്കണം. हालेलुया. हमारे प्रियजन जो है कई सारे जो शारीरिक क्लेश में से गुजर रहे थे, परमेश्वर ने कई लोग को चंगाई भी दिया है और परमेश्वर का हाथ जो है उन सब पर है, इसलिए हम प्रार्थना करेंगे. ഇന്ന് പകൽക്കാലം ഭവനങ്ങളിലായി ഈ ആരാധനയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കാം. और खासतौर से घरों में बैठकर जो भी आराधना में भाग ले रहे उनको भी याद करते हुए प्रार्थना करेंगे. പ്രത്യേകാൽ ദൈവസഭയ്ക്കായി സഭയുടെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും വിശാലതയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കാം. और परमेश्वर की कलीसिया के लिए, उसकी बढ़ोतरी के लिए, उसके आशीष के लिए प्रार्थना നമ്മുടെ करेंगे. ദേശത്തിനായി പട്ടണങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. हमारे देश, हमारे शहर के लिए प्रार्थना നമ്മുടെ करेंगे. രാജ്യത്തിനായി പ്രാർത്ഥിക്കാം. हमारे भारत देश के लिए प्रार्थना करेंगे. ആമേൻ. ഒരു വലിയ ദൈവ സമാധാനം എത്രയും പെട്ടെന്ന് നമുക്ക് അനുഭവിപ്പാനിടയാകും. परमेश्वर की बड़ी समाधान जो है, बड़ी कृपा जो है इस देश पर ഈ रहे. മഹാമാരിയിൽ നമ്മുടെ ദേശങ്ങളെ ദൈവം വിടുവിക്കുവാനായി और इस പ്രാർത്ഥിക്കാം. बड़ी महामारी से जो हम सब छुटकारा पाए. ആമേൻ. നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർക്കാം. हमारे भाई बहनों को याद करेंगे. ദൈവദാസന്മാർക്കായി ദൈവജനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. परमेश्वर के दासों के लिए और उनकी प्रजाओं के लिए प्रार्थना करेंगे. ദൈവസഭകൾക്കായി പ്രാർത്ഥിക്കാം. कलीसियाओं के लिए प्रार्थना करेंगे. ലോകമെമ്പാടും വലിയ സമാധാനം ദൈവം നൽകുവാനായി और പ്രാർത്ഥിക്കാം. दुनिया भर में जो है परमेश्वर अपना शांति समाधान ഒരു फैलाए, വലിയ ऐसे प्रार्थना ആത്മീയ करेंगे. ഉണർവിന്റെ കാലഘട്ടമായി കാലഘട്ടങ്ങൾ ദൈവം और തീർക്കട്ടെ. ये जो समय जो है आत्मिक उन्नति का समय बने. ജീവിക്കുന്ന ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരത്തിന്റെ ശക്തി ലോകമെമ്പാടും തിരിച്ചറിയുവാനിടയായി जीवित ചെയ്യട്ടെ. परमेश्वर उसका सामर्थ्य जो है सारे दुनिया में पता चल जाए. കഷ്ടങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്ന രോഗങ്ങൾ പ്രയാസപ്പെടുന്ന Hallelujah. എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. कष्ट और क्लेश से गुजरने वाले, रोग से पीड़ित होने वाले सारे लोगों को याद करके നമ്മുടെ प्रार्थना करेंगे. ഭരണാധികാരികൾക്കായി, ഗവൺമെന്റുകൾക്കായി, അതുപോലെ തന്നെ എല്ലാ ആമേൻ ആരോഗ്യ പ്രവർത്തകർക്കായി, പ്രവർത്തനങ്ങൾക്കായി Hallelujah. നമുക്ക് Thank you, ദൈവത്തോട് Jesus. പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സമാധാനവും സൂക്ഷിപ്പും എല്ലാവരും അനുഭവിപ്പാനിടയാകട്ടെ. हम हमारे सरकार के लिए प्रार्थना करें, सरकार के अधिकारियों के लिए प्रार्थना करेंगे. और Thank you, खास तौर से Lord. Thank you, हमारे Lord. हेल्थ केयर वर्कर्स, सारे डॉक्टर्स, नर्सेस, इन Jesus, सबको hallelujah. प्रार्थना में हाथ याद എല്ലാ रखेंगे. വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നാം Amen. അല്പസമയങ്ങൾ പ്രാർത്ഥിക്കും. ഈ സമയം Hallelujah. പ്രാർത്ഥനയ്ക്ക് Thank you, Jesus. പ്രാർത്ഥനയുടെ ലീഡ് ചെയ്യുവാനായി പ്രധാനദാസി സുസന്നിത Thank you, ജോൺസൺ Jesus. മുൻപോട്ട് കടന്നു വരും. ദൈവം സഹായിക്കട്ടെ. इन सारे विषयों को हम परमेश्वर के हाथों में सौंपते हैं. प्रार्थना में अगुवाई देने के लिए सिस्टर अनिता जॉनसन आगे आएंगे और उनको भी परमेश्वर आशीष करे. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാരാത്രമായ ഞാൻ ദൈവമേ സ്വർഗ്ഗപിതാവേ, ആമേൻ. സ്തോത്ര വിശ്വദിവസത്തിൻ്റെ പൽസമയത്തിനായ കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവം എല്ലാ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആമേൻ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി സ്തോത്രം. ഈ പട്ടണത്തിൽ കർത്താവെ ഞങ്ങളെ അത്ഭുതകരമായി, അതിശയമായി ആമേൻ ഞങ്ങളെ സൂക്ഷിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങളുടെ ആയുസ്സിനായി, ഞങ്ങളുടെ ആരോഗ്യത്തിനായി ആമേൻ സ്തോത്രം സ്തോത്രം. എല്ലാ നന്മകൾക്കായി ആമേൻ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. വിശുദ്ധ പകൽക്കാലം ഭവനങ്ങളിലായിരുന്നു ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആമേൻ ജീവനുള്ള ദേശത്ത് ഞങ്ങളെ ജീവനുള്ള ദേഹികളാക്കി ഞങ്ങളെ തീർത്തല്ലോ കർത്താവെ. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഭവനങ്ങളിലായി ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ജനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളെല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവർക്ക് വേണ്ടി നല്ല ഭാവി ക്രമീകരണങ്ങൾ ഒരുക്കുമാറാകണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയാം കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമേ. ദൈവം മനസ്സലിമാറാകണമേ കർത്താവെ. ഈ മഹാമാരിയിൽ നിന്ന് കർത്താവെ, ഈ മഹാവ്യാധിയിൽ നിന്ന് കർത്താവെ, ഞങ്ങളുടെ പട്ടണത്തെ, ഞങ്ങളുടെ രാജ്യത്തെ കർത്താവെ നീ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലൽ വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആമേൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായിരിക്കിടങ്ങളിലവരെ സൂക്ഷിക്കുമാറാകണമേ, പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലൽ ഇതിൻ്റെ കൃപയ്ക്കുള്ളിൽ എല്ലാവരെയും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ സെക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കും എല്ലാ ദൈവദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി, അവരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവമക്കളെ ഞങ്ങൾ കുടുംബങ്ങളായി ഞങ്ങൾ
ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദിവസം ശരീരമായി സുഖമില്ലാതെ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി, ആമേൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ദേവദാസന്മാർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കർത്താവിൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ദൈവാത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. പൂർണ്ണമായി സൗഖ്യവും ആരോഗ്യവും എല്ലാവരും മേലും കൽപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ ഓരോ സ്റ്റേറ്റുകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ സ്റ്റേറ്റുകളിൽ ദൈവം ഐക്യമാറാകണമേ. ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സൂക്ഷിക്കണമേ, നീ അവരെ പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ ദൈവാത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണല്ലോ. ആമേൻ. കർത്താവിൻ്റെ കരം കർത്താവേ ഞങ്ങളുടെ ദേശത്തിന്മേൽ, കർത്താവെ ഞങ്ങളുടെ ജനത്തിന്മേൽ ഒന്ന് നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ കർത്താവിനാൽ ഒരു വിടുതലും സൗഖ്യം കാണുവാൻ സ്വർഗ്ഗം ഞങ്ങൾ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വേദനയിലെ കഷ്ടങ്ങളിൽ, അവൻ വേർപാട് ദുഃഖങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ അനേക പ്രിയപ്പെടുണ്ട് കർത്താവെ. അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, വ്യക്തിജീവിതങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ദൈവസമാധാനവും കർത്താവെ ആശ്വാസവും ദൈവം അവരുടെ ഹൃദയങ്ങളിൽ പകരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെല്ലാം ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. ആമേൻ. ദൈവീയ സൗഖ്യം വിടുതലും ഞങ്ങളുടെ രാജ്യങ്ങളൊക്കെ നീ കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അടുത്ത് നടക്കുന്ന എല്ലാ പ്രതിസന്ധികളും കർത്താവെ ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിശേഷാൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം ദേശത്തോട് കണ്ട് കാണിക്കണമേ. ഞങ്ങളുടെ വില്ലേജുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദിവസങ്ങൾ ദേശത്തിൻ്റെ സൗഖ്യം ആവശ്യമാണല്ലോ കർത്താവെ. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദിവസ രോഗികളെ പ്രയാസപ്പെടുന്ന എല്ലാവരും ഒരു പ്രാവശ്യം കൊണ്ട് നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. സഭയായ നിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമത്തിന് വീണ്ടും മഹത്വം കരയേറ്റുന്നു. परमेश्वर के नाम की महिमा हो. നീ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായി വീണ്ടും നന്ദി പറയുവാനും പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ വചന ധ്യാനത്തിന് വേണ്ടി നമുക്ക് സമയങ്ങൾ വേർതിരിക്കുവാനും ഇടയായി. ये सुबह के समय जो है परमेश्वर में अच्छा मौका दिया है उसकी आराधना करने, उसकी स्तुति करने के लिए, और आगे भी हम जो है वचन से मनन करेंगे. നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. आज के मनन के लिए जो है प्रेरितों का काम उसका 4वां अध्याय 13वां वचन पढ़ेंगे. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. ऐसा लिखा गया है, जब उन्होंने पत्रोस और योहन्नान का साहस देखा तब उन्होंने जाना करके ये अनपढ़ और साधारण मनुष्य है तो आश्चर्य किया. फिर उन्होंने पहचाना कि यह यीशु के साथ रहे थे. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर के पवित्र नाम की महिमा हो. और जो वचन हमने पढ़ा इसलिए धन्यवाद करते उसका. ഈ വേദഭാഗത്തിൽ നിന്ന് അല്പമായി നമുക്ക് ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കും. ये वचनों में से जो हम थोड़ी देर मनन करेंगे इस पर जरा ध्यान लगाएंगे. കർത്താവായ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തൻ്റെ ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് हालेलुया. തന്നോട് കേട്ട പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാനിടയായി. परमेश्वर के आगमन के बाद, स्वर्ग के आगमन के बाद चेले सारे जो है एक साथ इकट्ठा होकर उसके पवित्र आत्मा के लिए बाट हो रहे थे. 120 പേരടങ്ങുന്ന സംഘം ഒരുമിച്ച് ആമേൻ കാത്തിരുന്ന മാളികമുറിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പെന്തക്കോസ് നാളിൽ വ്യാപരിക്കുകയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്യുവാനിടയായ ചരിത്രം ത്തിന്റെ പ്രാരംഭാധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. हम जानते हैं करके इतिहास क्या कहता है. करीबन 120 लोग जो है एक साथ बैठे थे और पवित्र आत्मा उन सारे लोगों पर आती है पेंतकोस्त के दिन. അങ്ങനെ പരിശുദ്ധാത്മാ പൂർണ്ണരായി തീർന്ന ശിഷ്യഗണങ്ങൾ അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ വേലയ്ക്കായി കർത്താവ് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് പുറപ്പെടുവാനിടയായി. और इस पवित्र आत्मा से भरे हुए सारे चेले बता प्रेरित जो है परमेश्वर के काम के लिए आगे निकल पड़े. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം എന്നുള്ള ആ നിർബന്ധം അല്ലെങ്കിൽ ആ നിബന്ധന അവർ ഏറ്റെടുക്കുവാനിടയായി. और परमेश्वर ने एक ही नियम दिया था कि जैसे तुम्हें ये शक्ति मिल जाती है तुम यरूशलेम, समरिया और जूदा के सारे देशों में जाकर जो है मेरी वाणी बताओ. അങ്ങനെ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സംഭവിച്ച ഒരു സംഭവമാണ് ഇവിടത്തെ നമ്മുടെ വായിച്ച വാക്യത്തിന്റെ പ്രതിപാദ്യ വിഷയം. और जो वचन हमने पढ़ा था चेलों के समय जो पहली घटना घटी, उन दिनों में जो घटना घटी उसके बारे में रीड किया था. ഇവിടെ ഈ വായിച്ച ഭാഗത്തുള്ള ബന്ധത്തിൽ നാം ഇങ്ങനെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അസാമാന്യരായ
സാമാന്യ മനുഷ്യർ. और इनके बारे में जो हम पढ़ सकते हैं, एकदम असाधारण होने वाले साधारण इंसान. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. 3-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और इसका जो इतिहास हम जानते हैं करीबन उसके 3रे अध्याय में लिखा गया ഒരിക്കൽ है. പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് ആമേൻ ദൈവാലയത്തിൻ്റെ പടിവാതിൽക്കൽ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഇരുത്തുക പതിവായിരുന്നു. और जो है 3रा अध्याय उसके पहला वचन कहता है करके पत्रोस और यूहन्ना जो है 3रे प्रार्थना समय में मंदिर में आते हैं और एक लोगों को देखता है जो जन्म से लंगड़ा था और जिसको जो है प्रतिदिन मंदिर के द्वार जो सुंदर कहलाया जाता है उस पर बिठाया जाता था. പത്രോസും യോഹന്നാനും ആലയത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ പോകുന്ന വഴി ആമേൻ ഈ മനുഷ്യൻ അവരോട് ഭിക്ഷ യാചിക്കുവാനിടയായി. और जब प्रेरित जो है पत्रोस और यूहन्ना जब भी मंदिर जाते तो ये आदमी जो है भीख मांगता था उनसे. ആമേൻ പത്രോസ് യോഹന്നാനോട് ചേർന്ന് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. और इतिहास ऐसा एकदम अच्छी तरह से बताता है करके 6वें वाक्य में लिखा है, पत्रोस ने उसने कहा चांदी और सोना तो नहीं है मेरे पास, परंतु मेरे पास जो है यीशु मसीह का नाम है, नासिर यीशु मसीह का नाम है, जिससे कहता है तू उठ के चल. അങ്ങനെ അവർ കാലും നരിയാണിയും ഉറച്ച് കുതിച്ചെഴുന്നേറ്റ് നടന്ന് തുള്ളിയും കൊണ്ട് ദൈവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. और उसके पाँव और घुटने में जो है बल आ जाता है, उसके मस्तियों में बल आ जाता है और वो उठकर जो है परमेश्वर के मंदिर में जाके आराधना करता അടുത്ത है. ഭാഗങ്ങൾ പറയുന്നു ഏകദേശം 40-ൽ പരം വയസ്സ് പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു അവൻ. और उसके अगले भाग में लिखा करके ये जो व्यक्ति जिसने अभी चंगाई प्राप्त की करीबन 40 साल का था. കഴിഞ്ഞ 40ഓളം വർഷങ്ങൾ അല്ലെങ്കിൽ 40-നോടടുത്ത വർഷങ്ങൾ അവൻ ആലയത്തിന്റെ പടിക്കൽ ഭിക്ഷ യാചിക്കുകയാണ്. और करीबन 40 साल से जो है ये भीख मांगते आया है इस मंदिर के द्वार पर. ഇന്നുവരെ ആലയത്തിനകത്ത് അവന് പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. आज तक वो जो है मंदिर के द्वार से अंदर नहीं जा पाया. ആലയത്തിലേക്ക് വരുന്ന പലരും അവനെ ഭിക്ഷ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. और मंदिर में आने वाले जितने भी लोग थे उसको थोड़ी भीख देते हैं, मदद करते हैं. ആമേൻ. പലപ്പോഴും പത്രോസും യോഹന്നാനും ഒരു പക്ഷേ ആലയത്തിലേക്ക് और വന്നിട്ടുണ്ടാകാം. कई बार पत्रोस और यूहन्ना भी इसी मंदिर के साथ आए रहेंगे. എന്നാൽ ഇവിടെ ഇതാ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കുകയാണ്. और यहाँ पर देखो करके एक असाधारण होने वाला परमेश्वर का कार्य दिख रहा है. യേശു കർത്താവിന്റെ നാമത്തിൽ, അത് നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഈ മുടന്തനായ മനുഷ്യൻ സൗഖ്യമായി ആലയത്തിനകത്ത് പ്രവേശിക്കുകയാണ്. यीशु मसीह नासरी के नाम से जो है ये लंगड़ा इंसान जो है चलता है और मंदिर के अंदर प्रवेश करता है. ഈ സംഭവം യെരുശലേമിൽ വലിയ ആമേൻ സംസാര ചർച്ചാ വിഷയമായി और തീരുവാനിടയായി. ये जो विषय है सारे यरूशलेम में एक चर्चा विषय बन गया. ജനങ്ങൾ അത്ഭുത പരവശരായി തീരുവാനും ആശ്ചര്യഭരിതരായി തീരുവാനും ഇടയായി. सारी प्रजा जो है ये अद्भुत कार्य को देखकर चौंक गई थी और आश्चर्य भी हो गया था ഈ उन्हें. മനുഷ്യൻ ദൈവാലയ പടിക്കലിൽ ആമേൻ വർഷങ്ങളായി ഭിക്ഷയാചിക്കുന്നവനായിരുന്നല്ലോ, എങ്ങനെ ഇവൻ ആമേൻ ആലയത്തിന്റെ ഉള്ളിൽ വന്നു? ये जो लंगड़ा है इतने सालों से मंदिर के बाहर बैठकर भीख मांगता था, ये आज मंदिर के अंदर कैसे आया? ആമേൻ. ജനം വിസ്മയമുള്ളവരായി തീർന്നു, ജനം പരിഭ്രമമുള്ളവരായി തീർന്നു. परमेश्वर की जो प्रजा है वो सारे आश्चर्यचकित हो गए. ആമേൻ. ഈ മനുഷ്യൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ഇതാ ആമേൻ പത്രോസ് അവരോട് ആമേൻ സംഭവിച്ച ആമേൻ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. और जब ये इंसान पत्रोस और यूहन्ना के साथ खड़ा है, पत्रोस जो है ये विषय का वर्णन करके देता है. ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാണ് ആശ്ചര്യപ്പെടുന്നത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? നസറേനായ യേശുവിന്റെ നാമത്തിലാണ് ഇവൻ നടക്കുമാറായത് എന്നുള്ള സന്ദേശം അവരോട് വിളിച്ചു और പറയുവാനിടയായി. प्रेरित पत्रोस जो ऐसा संदेश देता है करके, हे इस्राएल की प्रजा जो है तुम इतने आश्चर्यचकित क्यों हो? ये आदमी जो लंगड़ा था चलने लगा है, सिर्फ यीशु मसीह नासरी के नाम से चलने लगा കടന്നു है. വന്ന ജനങ്ങളിൽ പലരും യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ തുടങ്ങി. जितने भी लोग ये सुन रहे थे उनमें से कई सारे लोग जो है यीशु के नाम पे विश्वास करने लगे. പലരും പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുവാനും സത്യസുവിശേഷം കേൾക്കുവാനും താല്പര്യപ്പെട്ടു തുടങ്ങി. कई सारे लोग जो है प्रेरितों के साथ चलने लगे, सच्ची सुसमाचार बताने लगे. ആമേൻ. ഇവിടെ ഇതാ ആമേൻ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ആലയത്തിലെ പ്രമാണികൾ ആമേൻ ഭയവിഹുലരായി തീരുവാനിടയായി. जैसे ये कार्य हो रहा था, परमेश्वर के कार्य चलाने वाले जो लोग थे, जो प्रजा थे, जो सरदार थे, वो सारे आश्चर्यचकित हो गए. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാസംഭവം യേശു നസറേനായ യേശുവിന്റെ നാമത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. आज तक जो कार्य नहीं हुआ था सिर्फ यीशु मसीह नासर के नाम से आज पूरा हो गया है. അവർ ചിന്തിച്ചു, ഇത് നമ്മുടെ മതത്തെ ബാധിക്കും, നമ്മുടെ അംഗീകാരത്തെ ബാധിക്കും. ആമേൻ. ഇത് വലിയ കലക്കത്തെ
കളങ്കത്തിന് കാരണമായി തീരും. और ये जो आश्चर्यचकित का काम हुआ है, ये हमारे नाम को इफेक्ट करेगा, हमारे जो संसार में जो है हमारे पदवी को भी इफेक्ट करेगा. അങ്ങനെ ഈ വാർത്തയറിഞ്ഞതായ വാർത്തയറിഞ്ഞ് അസ്വസ്ഥരായി തീർന്ന പ്രമാണിമാർ, മൂപ്പന്മാർ, ശാസ്ത്രിമാർ, സദൂക്യർ, മഹാപുരോഹിതന്മാർ, വിശേഷാൽ കയ്യഫാവ്, യോഹന്നാൻ, അലക്സാണ്ടർ, കൂടാതെ മഹാപുരോഹിത വംശത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുവാനിടയായി തീർന്നു. और ये जब विषय जैसे ही पता चला, जितने भी प्रमाणियां थे मंदिर के अंदर, वो सारे आश्चर्यचकित हो गए. खास करके जो महायाजक थे, वहां के पुराने थे, वहां पे सरदार थे, ये सारे आश्चर्यचकित हो गए थे. അവർ കൂടിയതിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. और ये सब एक साथ इकट्ठा हुआ सिर्फ एक ही लक्ष्य से. പത്രോസിനാലും യോഹന്നാനിലും നടന്നതായ സംഭവം ഒരു വലിയ തെളിവായുടെ മുൻപിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും യേശുവിന്റെ നാമത്തെ മറച്ചു ചെയ്യുക, ഈ ദേശത്ത് നിന്ന് ഈ പുതിയ ഉപദേശത്തെ മാറ്റിക്കളയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. और ये सारे इकट्ठा हुआ सिर्फ एक ही लक्ष्य थे, क्योंकि पत्रोस और प्रेरित യോഹന്നാൻ जो है एक साथ आए थे और यीशु मसीह के नाम से इन्होंने एक चमत्कार किया था, और वो चाहते करके यीशु मसीह के नाम को हमेशा यहाँ से मिटा दिया जाए. എന്നാൽ നമുക്കറിയാം, പത്രോസ് പരിശുദ്ധാത്മ നിറവിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഏത് ശക്തി കൊണ്ട്, ഏത് നാമത്തിൽ അവർ ഇത് ചെയ്തു എന്ന് ഈ കൂടിയ മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും വിളിച്ചു പറയുവാനിടയായി. और पत्रोस जो है पवित्र आत्मा से भरकर जो है वापस इन शास्त्रियों से कहता है, महायाजक से कहता है करके, जिस पवित्र आत्मा से वो भरा था, किस नाम से इसने चंगाई किया था. നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനും ദൈവം മരിച്ചവൻ ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി തീർന്നു എന്ന് അവൻ വിളിച്ചു പറയുവാനിടയായി. और उसने कहा करके, जिस मनुष्य को तुमने जो है क्रूस पर चढ़ाया था, उसी यीशु मसीह नासरी के नाम से जो है इस आदमी ने चंगाई प्राप्त किया है. നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ അതിന് തെളിവാണ്. और तुम्हारे सामने जो आदमी खड़ा है, ये सिर्फ एक प्रूफ है उसका. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. जो घर बनाने वाले थे, उन्होंने जो पत्थर को हटा दिया, वही कॉर्नर स्टोन बन जाता है. മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. और ऐसा कोई नाम नहीं स्वर्ग के नीचे जिससे हम रक्षा प्राप्त कर सकें. അല്ലയോ ശാസ്ത്രിമാരെ, അല്ലയോ മഹാപുരോഹിതന്മാരെ, ഈ മനുഷ്യന് മാത്രമല്ല, നിങ്ങളുടെയും രക്ഷയ്ക്ക് നിദാനമായ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം മാത്രമാണ്. वापस कहता है, शास्त्रियों, हे सरदारों, हे महायाजकों को, सिर्फ इस इंसान के लिए नहीं बल्कि आपके नाम के लिए भी एक ही रक्षक साध्य है, वो यीशु मसीह का नाम है. ഒരുപക്ഷേ വർഷങ്ങളായി നിങ്ങൾ ചെയ്തു വരുന്ന കുറെ ആചാരങ്ങൾ കാണും, കുറെ പരിചയങ്ങൾ കാണും, പക്ഷേ അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. कई सालों से तुमने जो आचार्य किया है, कई सारे इतिहास है हमारे पास, शायद उससे तुम रक्षा नहीं प्राप्त करोगे. നിങ്ങൾ ഒരുപക്ഷേ ആലയത്തിൽ കാലങ്ങളായി ശുശ്രൂഷിക്കുന്നവരായി, तुम जो है परमेश्वर के कलीसिया में कई सालों से वहां पे सेवक हो, നിങ്ങൾ ഒരുപക്ഷേ ആലയത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നവരായി, तुम मंदिर के सारे काम एकदम अच्छी तरह से करने वाले हो, നിങ്ങൾ കൃത്യമായി ആലയത്തിൽ വന്നു പോകുന്നവരായിരിക്കും, तुम जो है कलीसिया में मंदिर में हमेशा आते जाते रहेंगे सही समय पर. നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം पर अगर മാത്രമാണ്. तुम्हें रक्षा प्राप्त करना है तो सिर्फ एक ही नाम से साध्य है, वो यीशु मसीह का नाम है. ഇവിടെ നാം മനസ്സിലാക്കണം, ഈ പത്രോസിനെയും യോഹന്നാനെയും വിധിക്കുവാനും കല്ലെറിയിക്കുവാനും കൊല്ലുവാനും വരെ അധികാരമുള്ള ജനമാണ്, അല്ലെങ്കിൽ ഈ കൂടിയിരിക്കുന്നതായ अधिकारिகள். ये जो प्रजा या फिर यहाँ पर इकट्ठे होने वाले सारे जो बड़े लोग हैं, वो पत्रोस को जो है मार भी सकते, पत्थर उठा के फेंक भी सकते हैं उनको. അവരുടെ ജീവനെ പോലും തണവകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പോലും അവർ ഭയപ്പെടാതെ ഈ സത്യ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ, ഇവിടെ ഇതാ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ട് ഈ മഹാപുരോഹിത വർഗങ്ങൾ ഭയപ്പെടുവാൻ, ആശ്ചര്യപ്പെടുവാനിടയായി. और अपने जीवन को भी हानि हो सकती है, ऐसे जो है प्रेरितों जो ऐसे सत्य जो सुसमाचार है बताने लगे, और उनके जीवन के हानि को सब छोड़कर जो है एकदम साहस के साथ इन बड़े लोगों से बात करने लगे. രണ്ട് കാര്യങ്ങൾ അവർ ഗ്രഹിക്കുവാനിടയായി. यहाँ पे एक दो चीजों का वर्णन किया, उनको समझ में आया. ഒന്ന്, ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ മനുഷ്യരാണ്. पहली बात ये जो है करके वो अनपढ़ और साधारण व्यक्ति है. രണ്ടാമത് അവർ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഇവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്ന് മനസ്സിലാക്കുവാനിടയായി. दूसरी बात उन्हें समझ में आकर के ये दो लोग थे, वो यीशु मसीह के साथ थे. നോക്കൂ, ഈ രണ്ട് അറിവുകൾ അല്ലെങ്കിൽ ഈ രണ്ട് മനസ്സിലാക്കലുകൾ അവർക്കുണ്ടായതിന്റെ കാരണം അവരുടെ ധൈര്യം കണ്ടുകൊണ്ടാണ്. और ये तो बात उनको समझ में आया सिर्फ इसलिए क्योंकि उनका साहस देखकर समझ में आया. ആമേൻ.
അവരുടെ ജീവന് പോലും ഭീഷണി Hallelujah. നേരിട്ടിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ അവരുടെ ജീവനെ പോലും ആമേൻ വലുതായി കാണാതെ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ധീരതയോട് നിന്ന ഈ മനുഷ്യരെ, സാധാരണക്കാരായ പഠിപ്പില്ലാത്ത മനുഷ്യരെ കണ്ടിട്ട് അവർ ആശ്ചര്യപ്പെടുവാനിടയായി. और ये प्रेरित जो है उनके जीवन में इतनी सारी हानि है करके इतना सच बता रहे हैं, पर उनका साहस देखकर जो है महायाजक, सरदार, वहां के सारे लोग जो है आश्चर्य से भर गए. Praise the Lord. Amen. നോക്കൂ, Hallelujah. കേവലം അവരുടെ മട്ടും ഭാവവും അല്ല, അതിനേക്കാൾ അപ്പുറമായി അവർക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ ധൈര്യവും ധീരതയുമാണ് ആമേൻ ഈ ജനത്തെ ആശ്ചര്യപ്പെടുത്തുവാനിടയായി തീർന്നത്. सिर्फ उनका दिखावा ही नहीं बल्कि जो साहस उन्होंने दिखाया, जो धीरज उन्होंने दिखाया, ये जो प्रजा में भी आश्चर्यचकित किया उनको. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ആളുകൾ മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം, ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ജനമാണ്. लोगों ने पहली बात ये समझी कर कि ये सारे जो है अनपढ़ है और साधारण मनुष्य है. നമുക്കറിയാം, കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ മിക്കവരും സാധാരണക്കാരാണ്, മുഖ്യന്മാരാണ്, സാധാരണ നിലവാരത്തിൽ ജീവിച്ച ആളുകളാണ്. हम जानते करके परमेश्वर ने जब चेलों को चुना तो उनमें से कई सारे चेले एकदम साधारण थे, कई सारे जो है मच्छी पकड़ने वाले थे और एकदम छोटे जिंदगी थे. എന്നാൽ ഈ ശാസ്ത്രിമാരും പരീശന്മാരും സദൂക്യരും മഹാപുരോഹിതന്മാരും ആമേൻ ന്യായശാസ്ത്രം സംബന്ധിച്ചും ഈ ലോകത്തിൻ്റെ അറിവുകൾ സംബന്ധിച്ചും ആമേൻ വളരെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. और उसी तरफ खिलाफ में देखो, जो शास्त्रिया थे, जो सरदार थे, जो महायाजक थे, वो दुनिया के बारे में कई चीज जानते थे, अच्छी तरह से पढ़े लिखे हुए लोग थे. എന്നാൽ അവർക്കില്ലാത്ത ഒരു ധൈര്യം, पर उनमें जो साहस नहीं, जो धीरज नहीं है, അവർക്കില്ലാത്തതായ ഒരു ഭയമില്ലായ്മ, और जो साहस होना, जो डर नहीं दिखाना, ऐसे सारे चीज. അവർക്കില്ലാത്തതായ ഒരു വലിയ ഉറപ്പ് ഈ ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാരിൽ അവർ കാണുവാനിടയായി. और ये जो बड़ा धीरज जो है इन चेलों में दिखाई देती है, इन प्रेरितों में दिखाई दे रहा था. നമുക്കറിയാം, പത്രോസിന്റെ ചരിത്രം നാം സുവിശേഷങ്ങൾ പലയിടങ്ങളിലായി പഠിക്കുമ്പോൾ അവൻ ആമേൻ ഒരു ഭീരുവായ മനുഷ്യനായിരുന്നു. हम पतरस का जो है इतिहास हम जानते करके उसका कैरेक्टर कैसा कैसा डरते रहता था वो. പല കാര്യങ്ങൾക്കും താൻ വളരെ മുൻ ചിന്തയില്ലാതെ അല്ലെങ്കിൽ മുന്നോട്ട് ചിന്തിക്കാതെ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടുന്ന ഒരു മനുഷ്യനായിരുന്നു. और पतरस का इतिहास ऐसा भी कहता है करके वो सोचे समझे बिना जल्दी से कूद जाता था आगे, सोचे समझे बिना. ഇരുമനസ്സുള്ളതായ उसके മനുഷ്യനായിരുന്നു. पास दो मन के साथ काम करता പല था. കാര്യങ്ങളും ശരിയായി ചെയ്യുവാൻ കഴിവില്ലാത്തൊരു മനുഷ്യനായിരുന്നു. कई सारे चीज जो है एकदम सही रीति से कर भी नहीं सकता था. ആമേൻ. അങ്ങനെയുള്ളതായ ഈ പത്രോസ് എങ്ങനെ വ്യത്യസ്തനായി തീരുവാനിടയായി? ऐसा होने वाला पतरस जो है कैसे बदल गया? മറ്റൊന്നുമല്ല, അവന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയുമാണ് അവനെ വ്യത്യസ്തനാക്കി തീർക്കുവാനിടയായി. इसका कोई और कारण नहीं, सिर्फ पवित्र आत्मा जो उस पर आई थी, इसलिए पतरस जो है बदल गया. ഹല്ലേലൂയ. आमेन. ആ हालेलुया. പകരപ്പെട്ട ആത്മാവിന്റെ ശക്തി അവനെ വ്യത്യസ്തനാക്കി തീർക്കുവാനിടയായി. जो आत्मा का सामर्थ उसे मिला है, जो सामर्थ से जो है बदल गया पतरस. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम कोरिन्थियों का पुस्तक देखेंगे, उसके पहला अध्याय उसका 27 जरा देखेंगे. കർത്താവിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അവിടെ വിശേഷമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. परमेश्वर जो है लोगों को कैसे चुनता है इसका वर्णन किया गया है. ആ ഭാഗമൊന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. पहले कोरिन्थियों का पुस्तक पहला अध्याय उसका 27 वचन. ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 26 മുതൽ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. और ऐसा लिखा गया 26 से, हे भाइयों, बुलावे जाने को जो सोच के देखिए, ना शरीर के अनुसार ना ज्ञानियों के अनुसार जो है सामर्थ और बहुतायत कुलहीन बुलाया गया था, परंतु परमेश्वर ने जगत के मूर्खों को चुना ताकि वो लज्जा करे, ज्ञानियों को लज्जा कर सके, और परमेश्वर ने जगत के निर्बलों को चुन लिया ताकि बलवंत को लज्जा कर सकते, और परमेश्वर ने जगत के नीच और तुच्छ को चुना है ताकि वो बड़े को जो है लज्जा कर सके.
ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. यहाँ पर हम ये देख सकते हैं कि परमेश्वर के चुनाव के बारे में ലോകത്തിന് ഒരഭിപ്രായമുണ്ട്. दुनिया के पास एक सोच है. അവരുടെ അഭിപ്രായത്തിൽ ജ്ഞാനികളോ കുലീനന്മാരോ ബലവാന്മാരോ ഏറെയില്ലാത്ത ഒരു സമൂഹം. और वो ऐसे सोचते करके जिसमें जो है बलवंत जो है, जो नीचे है, जो एकदम तुच्छ लोग हैं, उनके बिना एक समाज. എന്നാൽ ദൈവം അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് पर തിരഞ്ഞെടുക്കുവാനിടയായത്. परमेश्वर जो है एकदम अलग काम करते. परमेश्वर ने उन्हीं लोगों को चुन लिया. എന്തിനു വേണ്ടിയെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു ജഡവും ആമേൻ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെയാണ്. और वहां पे कारण भी लिखा करके एक भी शरीर जो है उस पर प्रशंसा ना करे. നോക്കൂ, ദൈവം ഇവിടെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. परमेश्वर यहाँ पे जो है ज्ञानियों को लज्जा करने के लिए जो है एकदम मूर्ख को चुन लिया. ഒരു ജ്ഞാനിയെ ലജ്ജിപ്പിക്കുവാൻ മറ്റൊരു ജ്ഞാനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. एक बुद्धिमान को अथवा ज्ञानी को लज्जा करने के लिए दूसरा एक बुद्धिमान जरूरी പക്ഷേ है. ഇവിടെ ഒരു ഭോഷനെ കൊണ്ട് ജ്ഞാനിയെ ലജ്ജിപ്പിക്കുന്ന ദൈവം. पर परमेश्वर ऐसा है जो है मूर्ख को चुनता है और एक बुद्धिमान को लज्जा करता है. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ മറ്റൊരു ബലവാനെ കൊണ്ട് മാത്രമേ जो സാധിക്കുകയുള്ളൂ. बलवंत है उसको लज्जा करने, उसका फिर उसको हराने के लिए दूसरे एक बलवान से होगा. എന്നാൽ ഒരു ബലഹീനനെ കൊണ്ട് ബലവാനെ ലജ്ജിപ്പിക്കുന്നവനായ पर ദൈവം. हमारा परमेश्वर ऐसा है जो निर्बल को चुनता है और बलवंत को जो है लज्जा करता है. ഉള്ളതിനെ ആമേൻ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ലോകത്തിൽ കുലഹീനവും നികഷ്ടവും ഏതുമില്ലാത്തതുമായത് തിരഞ്ഞെടുത്ത ദൈവം. और परमेश्वर जो है जो कुछ नहीं है उसको चुन लिया है, जो तुच्छ समझा गया था उसे भी चुन लिया. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പിന്നിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. और परमेश्वर के चुनाव के पीछे एक बड़ा कारण है. ഹല്ലേലൂയ. ഒരജ്ഞാനിയെ ഹല്ലേലൂയ. തിരഞ്ഞെടുത്തിട്ട് അവന്റെ മേൽ ദൈവത്തിന്റെ ജ്ഞാനം പകർന്ന് ആമേൻ. ലോകത്തിന്റെ ജ്ഞാനിയെ ലജ്ജിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം അവിടെ ഉണ്ടാവുകയാണ് एक ചെയ്യുന്നത്. निर्बल को चुन के अथवा एक मूर्ख को चुन के जो है परमेश्वर की आत्मा उसे देता है और वो जो है बुद्धिमान को लज्जित करता है. നോക്കൂ. वहां पे परमेश्वर का कार्य दिखाई देता है. ഇതുപോലെ തന്നെ സാധാരണക്കാരായ ആമേൻ. ഹല്ലേലൂയ. ആമേൻ സാമാന്യരായ പഠിപ്പില്ലാത്തതായ ഒരു കൂട്ടം ജനത്തെ Thank you, കർത്താവ് Jesus. തിരഞ്ഞെടുത്തു, തന്റെ ശിഷ്യത്വം നൽകി, അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു, ജ്ഞാനികളുടെ ബലവാന്മാരുടെ ബുദ്ധിമാന്മാരുടെ നടുവിലേക്ക് അയക്കുകയാണ്. और ऐसे ही परमेश्वर ने अपने चेलों को चुना जो साधारण थे, अनपढ़ थे, बलवंत भी नहीं थे, निर्बल थे, और उनको जो है बलवंत के सामने भेजा, बुद्धिमानों के सामने भेजा, ज्ञानियों के सामने भेजा. ദൈവത്തിന്റെ വേലയ്ക്ക് ഒരിക്കലും ഒരു മനുഷ്യന്റെ കഴിവോ ജ്ഞാനമോ അല്ല, അതിനേക്കാൾ അപ്പുറമായി അവന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന Hallelujah. Thank you. സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവാണ് പ്രധാനമായിട്ടുള്ളത്. और परमेश्वर के कार्य को पूरा करने के लिए परमेश्वर जिस लोग को चुनता है उसकी बुद्धि और ज्ञान जरूरी नहीं, बल्कि सिर्फ परमेश्वर की सामर्थ, उसकी आत्मा की सामर्थ काफी है. ആമേൻ. സാധാരണക്കാരായ ഒരു കൂട്ടം ജനത്തെ കർത്താവ് തിരഞ്ഞെടുത്ത് തന്റെ രാജ്യത്തിന്റെ പ്രഘോഷകരാക്കി മാറ്റുവാനിടയായി. साधारण लोगों को चुनकर जो है परमेश्वर ने अपने राज्य का घोषण करने के लिए चुना उनको. ആമേൻ. ഭീരുക്കളായ ഒരു കൂട്ടം ആളുകളെ തിരഞ്ഞെടുത്ത് ശക്തന്മാരുടെ മുൻപിൽ ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു പറയുവാൻ ദൈവം निर्बल होने वाले ഉറപ്പിക്കുവാനിടയായി. कई सारे लोगों को चुनकर जो है एकदम सामर्थ होने वाले लोगों के सामने भेजा. എല്ലാ കാലങ്ങളിലും നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദൈവിക തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് കാണുവാൻ हम കഴിയും. जैसे इतिहास पढ़ते हमें समझ में आता है कि परमेश्वर ऐसे ही लोगों को चुनता है. പഴയ നിയമത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് രണ്ട് വ്യക്തികളുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. पुराने नियम में जरा ध्यान बांटेंगे तो एक दो व्यक्ति ऐसे भी है. ഒന്ന് ആമേൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-7 അധ്യായങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. अगर हम न्यायों का पुस्तक पे ध्यान देंगे 6वां और 7वें अध्याय में गिदयोन नामक व्यक्ति का वर्णन किया ഒരു गया है. സാധാരണ वो മനുഷ്യൻ. एक साधारण मनुष्य था. ആമേൻ. മിദ്യാന്യർ ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ जब मिद्यानी जो है इसराइल पर आक्रमण करने वाले समय ആമേൻ വളരെ ധീരത പ്രകടിപ്പിച്ചതായ ഒരു സാധാരണ മനുഷ്യൻ. ये एक साहस दिखाने वाला साधारण इंसान था. അവിടെ 7 വർഷം മിദ്യാന്യർ ആമേൻ ഇസ്രായേൽ മക്കളെ ആമേൻ പീഡിപ്പിക്കുവാനിടയായി. करीबन 7 साल जो है मिद्यान के लोग जो है इसराइल पर एकदम आक्रमण करते रहे, पीड़ना करते रहे. അവരുടെ വിളകളെല്ലാം നശിപ്പിക്കുവാനിടയായി. उनके खेतों को भी नष्ट कर दिया गया. അവരുടെ ആടുമാടുകളെ അപഹരിക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാനിടയായി. उनके भेड़ बकरियों को भी नष्ट कर दिया. ആമേൻ. വെട്ടുക്കിളികളെ പോലെ അവർ വന്ന ദേശത്തെ ആമേൻ കീഴടക്കി നശിപ്പിച്ചു കൊണ്ടിരുന്ന और ये കാലഘട്ടം. मिद्यानी जो है टिट्टियों के समान जो है पूरे देश में आते और सब कुछ नष्ट कर देते. ഒരിക്കൽ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും ഒരുമിച്ച് അവിടെ നേരെ വരുവാനിടയായി. एक बार मिद्यानी अमालेक जो है और साउथ में जो रहने वाले सारे लोग जो है एक साथ आगे इसराइल के അങ്ങനെ खिलाफ. അവരുടെ ദേശം മുഴുവൻ ആമേൻ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാണഭയത്തിൽ ആമേൻ. ഭവനങ്ങൾ വിട്ട് ജനങ്ങൾ മലകളിലും പാറക്കെട്ടുകളിലും ആമേൻ. ഗഹ്വരങ്ങളിലും അഭയം ഹല്ലേലൂയ. പ്രാപിച്ചിരിക്കുമ്പോൾ
ऐसे ही जब ये सारे लोग जो है इस देश को नष्ट करने आए थे, जब सारी प्रजा जो है डर कर जो है पत्थरों के नीचे, केव्स में, रॉक के नीचे रहने लगे, ഇവിടെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് आमेन, തന്റെ हालेलुया। പിതാക്കന്മാരുടെ അവകാശം സൂക്ഷിക്കുവാൻ വേണ്ടി ശ്രദ്ധയോടെ ആമേൻ അധ്വാനിക്കുന്ന ഗിദയോൻ എന്നൊരു ചെറുപ്പക്കാരനെ കാണുവാൻ और ये കഴിയും. अपने पिता ने जो अवकाश इसे दिया है उसको बचाने के लिए, मिद्यानियों के हाथों से बचाने के लिए काम करने वाले, एकदम साहस दिखाने वाले गिदयोन को हम देख सकते അവന്റെ हैं। വിളകൾ മിദ്യാന്യർ നശിപ്പിക്കാതിരിക്കുവാൻ അതിനെ അവൻ കാത്തു സൂക്ഷിക്കുകയാണ്. उसके फसल को नष्ट ना करे, मिद्यानी नष्ट ना करे, इसलिए वो संभाल कर रखा അവന്റെ है। ഗോതമ്പ് അവൻ മെതിച്ചെടുക്കുകയാണ്. उसने जो चक्की बनाई है उसमें चक्की कूट रहा है। ആമേൻ അവന്റെ ഫലം, അവൻ ആ കൈകളുടെ അധ്വാന ഫലം ആമേൻ അവൻ സ്വരൂപിക്കുകയാണ്. उसके हाथों का मेहनत जो है उसको एकदम इकट्ठा करके रखा അവനെ है। പോലുള്ള ചെറുപ്പക്കാരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടി ഒളിച്ചിരിക്കുമ്പോൾ उसके जैसे कई सारे युवक इस्राएल में थे, जब वो सब जीवन ഈ ഒരു बचाने के छुपे മനുഷ്യനെ हैं, ദൈവത്തിന്റെ ദൂതൻ ദർശിക്കുകയാണ്. और इसी एक इंसान को जो है परमेश्वर का दूध इसे देखता है। ദൈവത്തിന്റെ ദൂതൻ എങ്ങനെയാണ് അവനോട് പറഞ്ഞത്, അല്ലയോ പരാക്രമശാലിയെ, ആമേൻ ഈ ബലത്തോട് പോക എന്നവനെ നോക്കി പറയുകയാണ്. और परमेश्वर का दूध इसे देखकर कहता है, हे पराक्रमशाली तू है, इसको हटने के ഞാൻ നിന്നെ അയക്കുകയാണ്. मैं तुम्हें भेजता हूँ आगे। ഒരു മനുഷ്യനെ പോലെ നീ ആമേൻ മിദ്യാന്യരെ തോൽപ്പിക്കുവാനിടയായി. तू सिर्फ जो है एक ही इंसान जो है मिद्यानियों को हरा सकता है। മിദ്യാന്യരെ കീഴടക്കി ഇസ്രായേലിനെ നീ മോചിപ്പിക്കുവാൻ പോകുകയാണ്. मिद्यानों को तू हरा कर जो है इस्राएल को छुटकारा दे सकता है। ഗിദെയോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, उसके बाद गिदयोन एक चीज कहता है, അയ്യോ ദൈവമേ, ആമേൻ അതിന് ഞാൻ യോഗ്യനല്ലല്ലോ. और वो कहता है करके परमेश्वर मैं इसके लिए योग्य नहीं, എന്റെ കുലം ആമേൻ ഒന്നുമില്ലല്ലോ. मेरा जो कुल है कुछ भी नहीं है, छोटा कुल ആമേൻ है। മനശ്ശയിൽ എന്റെ കുലം വളരെ ചെറുതാണ്. मनीषा के कुल में जो है मेरा कुल एकदम छोटा ആ है, കുലത്തിൽ ഞാൻ ഏറ്റവും ചെറിയ और മനുഷ്യനാണ്. मेरे कुल में से मैं एकदम छोटा हूँ। ആമേൻ നീ ഈ പറഞ്ഞ വലിയ കാര്യത്തിന് വേണ്ടി ആമേൻ. ആമേൻ ഞാൻ യോഗ്യനല്ല. तूने जो बड़ा कार्य बताया है उसके लिए मैं योग्य പക്ഷേ नहीं। യഹോവയുടെ ദൂതൻ അവനോട് പറഞ്ഞു, ദൈവം നിന്നോട് കൂടെ ഇരിക്കും. पर परमेश्वर के दूत ने उससे कहा करके परमेश्वर तेरे संग रहेगा। പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം. മിദ്യാന്യരുടെ നേരെ ആമേൻ, ആമേൻ ഹല്ലേലൂയ. ഒരു ആമേൻ അന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ഹല്ലേലൂയ. സ്ട്രാറ്റജിയുമായിട്ട് ഗിദയോൻ നീങ്ങുവാനിടയായി. और हम आगे का इतिहास भी जानते करके आज तक किसी ने ऐसे युद्ध का स्ट्रैटेजी नहीं यूज किया था, वैसे गिदयोन ने यूज किया। ആമേൻ വലിയ ആൾബലം കൊണ്ടല്ല, बहुत सारे प्रजा के साथ, बहुत सारे ആമേൻ लोगों के साथ ചുരുക്കം नहीं। ചില ആളുകൾ കേവലം 300 പേരുമായിട്ട് അവൻ ആമേൻ. മിദ്യാന്റെ നേരെ പുറപ്പെടുവാനിടയായി. बहुत सारे लोगों के साथ नहीं बल्कि सिर्फ 300 लोगों के साथ जो है युद्ध लड़ने जाता ആമേൻ है। വാളും വടിയുമായിട്ടല്ല, കാഹളവും പന്തവുമായിട്ട് ആമേൻ ആമേൻ മിദ്യാന്റെ നേരെ പുറപ്പെടുവാനിടയായി. तलवार और लाठी लेके नहीं बल्कि सिर्फ आग का एक फंदा लेकर जो है मिद्यान के खिलाफ गया था। ആമേൻ വെട്ടുക്കിളി പോലെ നിരന്ന് കിടക്കുന്നതായ ആമേൻ മിദ്യാന്യ और ये ജനം. मिद्यानी जो है टिट्टियों के समान बढ़कर रहे। ആമേൻ അവരുടെ ഒട്ടകങ്ങളും കുതിരകളും അസംഖ്യമായി താഴ്വരയിൽ നിരന്ന് കിടക്കുകയാണ്. उनके पास कई सारे घोड़े थे जो असंख्य थे, एकदम गिन नहीं सकते थे। എന്നാൽ കേവലം 300 ചെറുപ്പക്കാരുമായി നീങ്ങിയ ആമേൻ, ഗിദയോനിതാ ഹല്ലേലൂയ. ആമേൻ 7 വർഷങ്ങളായി ആ ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, അപഹരിച്ചുകൊണ്ടിരുന്ന ആമേൻ മിദ്യാന്യ ശക്തിയെ തകർത്ത് ഇസ്രായേലിന് ജയം നൽകുവാൻ തക്കവണ്ണമിടയായി. सिर्फ 300 लोगों के साथ जो है पूरे मिद्यानियों को हरा दिया, जो करीबन 7 साल से पीड़ना करते रहे, इसराइल के खिलाफ आते रहे। എങ്ങനെ സംഭവിച്ചു? ये कैसे संभव हुआ? സാധാരണ മനുഷ്യനായ ഗിദയോന്റെ മേൽ പകരപ്പെട്ട ദൈവാത്മാവിന്റെ ശക്തി, साधारण इंसान होने वाले गिदयोन पर परमेश्वर की सामर्थ्य जो आई, അവന്റെ സമർപ്പണം, और उसका समर्पण, അവന്റെ മേൽ പകരപ്പെട്ടതായ അഭിഷേകവും തീഷ്ണതയും അതിന് കാരണമായി. जो अभिषेक उस पर आया था उसका सामर्थ्य दिखाया गया। പ്രൈസ് ദി ലോർഡ്. അവിടെ നാം പഠിക്കുമ്പോൾ ആമേൻ മിദ്യാന്യർ അവരുടെ വാളുകൊണ്ട് തമ്മിൽ വെട്ടി ആമേൻ അവിടെ മരണം വരിക്കുവാനിടയായി. और इतिहास ये भी अच्छी तरह से वर्णन करता है, मिद्यानी जो है एक दूसरे को खुद के तलवार से मारने അതേ, लगे। ദൈവത്തിന് വേണ്ടി ഒരുവൻ തയ്യാറായാൽ अगर परमेश्वर के लिए एक जन तैयार होता है, നിശ്ചയമായും ദൈവം അവനെ ഉപയോഗിക്കും. निश्चित तौर से परमेश्वर उसका അവന്റെ उपयोग करेगा। ബലമോ കഴിവോ കുടുംബശ്രേഷ്ഠതയോ അല്ല അവിടെ उसका പ്രാധാന്യം. सामर्थ्य, उसका बल, उसके परिवार कहाँ से आते, ये सब नहीं चाहिए। അഭിഷേകമുള്ള ഒരുവന്റെ മേൽ പകരപ്പെടുന്ന ദൈവശക്തിയാണ് അവനെ അതിനായി ആമേൻ ഉപയോഗിക്കാനിടയായി. सामर्थ होने वाले, अभिषेक होने वाले जो परमेश्वर की ताकत है उसका उपयोग അതിന് करेगा। വലിയ ആയുധബലം വേണമെന്നില്ല, उसके लिए बड़ी सारी लड़ाई करने की അതിന് जरूरत വലിയ नहीं है। ശക്തി വേണമെന്നില്ല, कोई बड़ा सामर्थ അതിന് जरूरी വലിയ नहीं है। ആയുധ സന്നാഹം വേണമെന്നില്ല. बहुत सारे वेपन्स जरूरी नहीं है। ദൈവത്തിന്റെ ആത്മാവിനാൽ അത് സംഭവിക്കും. सिर्फ परमेश्वर के आत्मा से कार्य साबित होगा। രണ്ടാമതൊരു വ്യക്തി ശമൂവേലിന്റെ പുസ്തകത്തിൽ 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ ദാവീദിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. और हम जो है दाऊद के बारे में जागते, पहले शमूएल के पुस्तक में लिखा गया है। ആമേൻ. ഫിലിസ്തീനായ ആമേൻ ഗോലിയാത്ത് ചില ദിവസങ്ങളായി 40ഓളം ദിവസം
ദിവസങ്ങളായി ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. बलवंत होने वाला गोलियत जो है करीबन 40 दिन से जो है इस्राएल को चुनौती देते हुए आया है। ശൗൽ വളരെ ശക്തനായ ഒരു രാജാവാണ്. शाऊल जो एकदम सामर्थी राजा था, അവന് വലിയ ആയുധ സന്നാഹങ്ങളുണ്ട്. उसके पास बहुत सारे वेपन्स थे, വളരെ ശക്തമായ ഒരു സൈന്യം അവനുണ്ട്. एकदम बलवंत सेना भी है उसके പക്ഷേ साथ। കഴിഞ്ഞ 40 ദിവസങ്ങളായി വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ നേരിടുവാൻ ഇവരിൽ ആർക്കും ധൈര്യമില്ല. और पिछले 40 दिन से वो जो है इस गोलियत जो चुनौती दे रहा है उससे फेस नहीं कर पाए। എന്നാൽ ഒരിക്കൽ ആമേൻ ദാവീദ് സഹോദരന്മാരുടെ ക്ഷേമവാർത്തകൾ അറിയുവാൻ വേണ്ടി ആമേൻ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. और दाऊद जो है अपने भाइयों के बारे में जानने के लिए उस युद्ध करने पर जाता है, അവൻ मैदान पर അവിടേക്ക് जाता കടന്നു है। ചെല്ലുമ്പോൾ ഒരു വലിയ യുദ്ധസന്നാഹം അവൻ കാണുകയാണ്. और जैसे ही दाऊद वहां पर पहुंचता है वो देखता है करके यहाँ पर युद्ध की तैयारी हो रही है। അവൻ ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? और दाऊद ने पूछा यहाँ पर क्या हो रहा है। ആളുകൾ അവനോട് പറഞ്ഞു, കഴിഞ്ഞ 40 ദിവസമായി ആമേൻ ഈ ഫിലിസ്തീയ സൈന്യം ഇസ്രായേലിന് വിരോധമായി നിലകൊള്ളുന്നു. और उसने लोगों ने उससे कहा करके करीबन 40 दिन से जो है फिलिस्ती की सेना जो है हमें चुनौती दे रही है। മല്ലനായ ഒരു മനുഷ്യൻ ഗോലിയാത്ത് ഇവരെ വെല്ലുവിളിക്കുന്നവരുമായി മല്ലുകെട്ടുവാൻ. बलवंत होने वाला गोलियत जो है चुनौती दे रहा है हमें। ആമേൻ അവൻ അതിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആമേൻ ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് ആമേൻ എന്ന ഒരു മല്ലൻ പുറപ്പെട്ട് അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവൻ ആയിരുന്നു എന്ന് വായിക്കും. और वहां पे ऐसा लिखा गया है करके जो फिलिस्तीयों के द्वार से एक बड़ा बलवंत आदमी आया, उसकी हाइट और वेट के बारे में वर्णन किया गया ആമേൻ है। അവൻ മുൻപോട്ട് കടന്നു വന്നിട്ട് വെല്ലുവിളിക്കുന്നു, നിങ്ങളിൽ ഒരുവൻ കടന്നു വരട്ടെ, ആമേൻ നമുക്ക് മല്ലയുദ്ധം ചെയ്യാം, ജയിക്കുന്നു എങ്കിൽ ആമേൻ ആര് ജയിക്കുന്നു അവരുടെ പക്ഷത്ത് ജയം നിശ്ചയമാണ്. और उसने ऐसी चुनौती दे करके आ जाओ मुझसे लड़के दिखाओ और जो जीतेगा देखते हैं। ആമേൻ അവന്റെ ആയുധങ്ങളെ കുറിച്ചും അവന്റെ സന്നാഹങ്ങളെ കുറിച്ചും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. उसके हथियारों के बारे में भी अच्छा वर्णन किया गया ആമേൻ है। ഇവന്റെ വെല്ലുവിളിയുടെ മുൻപിൽ ഇസ്രായേൽ സേന പിന്മാറും. और इसके चुनौती के सामने जो इस्राएल की सेना पीछे हट जाती അങ്ങനെ है। ദിവസങ്ങളോളം ഈ ആമേൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ और ये जो है हर दिन का कार्य बनते रहे, प्रोसेस हर दिन चालू था। ഒരിക്കൽ ദാവീദ് കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, ആമേൻ, ആമേൻ ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുവാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ആരെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആമേൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. और दाऊद एक दिन आकर पूछता है करके हमारे जीवित होने वाले परमेश्वर की सेना को चुनौती देने वाला कौन है, ये गोलियत कौन है। അവന്റെ ഉള്ളിൽ അവന്റെ രക്തം തിളയ്ക്കുവാനിടയായി, उसका लहू जो एकदम फुटने लगा, അവന്റെ മേലുള്ള അഭിഷേകം उसका ജ്വലിക്കുവാനിടയായി. सामर्थ्य दिखने लगा। ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യനോട് നേരിടുവാൻ അവൻ തയ്യാറായി. इस्राएल के परमेश्वर को चुनौती देने वाला ये जो फलिस्ती है उसको फेस करने तैयार हो ആമേൻ അവനെ गया। കണ്ടാൽ ആമേൻ ഒരു ബാലൻ, ചെറുബാലൻ എന്നാണ് സഹോദരന്മാർ പോലും അവനെ और പരിചയപ്പെടുത്തിയിരിക്കുന്നത്. उसका भाइयों भी ऐसे वर्णन करते करके दाऊद जो एक छोटा बालक था, കേവലം ആടിനെ മേയിക്കുവാൻ മാത്രം ആമേൻ കഴിവുള്ള ഒരു മനുഷ്യൻ. वो जो है सिर्फ चरवाहा बनकर काम कर सकता था। ആമേൻ ശൗലിന്റെ ആമേൻ പടയ്ക്കുള്ള ഉപയോഗിക്കുന്ന വസ്ത്രം ഇട്ടുകൊടുത്തിട്ട് അതുപോലും അവന് ആമേൻ താങ്ങുവാൻ കഴിയാത്തൊരു സാധാരണ മനുഷ്യൻ. और ये ऐसा साधारण इंसान था जो शाऊल के जो है वेपनरी भी नहीं पहन सकता, उसके ड्रेस को भी नहीं पहन पा रहा था। ആമേൻ അങ്ങനെ യാതൊരു വിധമാകുന്ന പരിചയമില്ലാത്ത ആമേൻ ഒരു സാധാരണ ബാലൻ എന്ന് സമൂഹം വിധിയെഴുതിയ ദാവീദ് ഫിലിസ്ത്യന് നേരെ ആമേൻ ചുവട് और വയ്ക്കുകയാണ്. समाज के सामने जो एकदम साधारण दिखने वाला दाऊद जो है फिलिस्तियों के खिलाफ कदम रखता है। ഹല്ലേലൂയ. आमेन, हालेलुया। നമുക്കറിയാം 40 നാളുകളായി വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ നേരിടുവാൻ Hallelujah. ഇസ്രായേൽ രാജ്യത്തെ ഒരൊറ്റ സൈന്യത്തിനും സൈന്യാധിപന്മാർക്കും Amen. ഈവൻ ശൗലിന് Hallelujah. പോലും കഴിയാതിരിക്കുമ്പോൾ ഒരു ചെറുബാലനായ ദാവീദ് അവന്റെ Amen. നേരെ Yes, ആമേൻ Lord. കടന്നു വരികയാണ്. हम जानते हैं करके 40 दिन से जो चुनौती दे रहा था उनके खिलाफ जब इस्राएल की पूरी सेना नहीं आ पाई, इस्राएल का राजा भी नहीं आ पाया, एक छोटा बालक जो है दाऊद खड़ा होता है। ആമേൻ. ഫിലിസ്ത്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാനൊരു നായോ എന്ന് और ചോദിക്കുകയാണ്. फिलिस्ती वहां पे पूछता है करके तू लाठी लेकर मेरे खिलाफ आ रहा है, क्या मैं तुझे एक कुत्ते समान दिखता हूँ। ഗോലിയാത്തിന്റെ പക്കൽ ആമേൻ ആയുധങ്ങളുണ്ട്, गोलियत के पास बहुत सारे हथियार എന്നാൽ हैं, ദാവീദിന്റെ പക്കൽ ആയുധങ്ങളില്ല. पर दाऊद के हाथ में कुछ नहीं। അവന്റെ പക്കലുള്ള ഒരു കല്ലും കവണയും മാത്രമാണ് അവൻ उसके हाथ में जो है सिर्फ 5 पत्थर थे। ആമേൻ. എന്നാൽ ആമേൻ ഗോലിയാത്തിന്റെ പക്കൽ ആയുധമുള്ളപ്പോൾ ദാവീദിന് പറയുവാൻ കഴിയും, എന്റെ പക്കൽ ആയുധമില്ല, എന്റെ പക്കൽ ശക്തിയില്ല, എന്റെ പക്കൽ ആമേൻ നീ പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല, പക്ഷേ എന്റെ പക്കൽ ഒരു അഭിഷേകമുണ്ട്. ആ ദൈവത്തിന്റെ അഭിഷേകം ആമേൻ ഇന്ന് നിന്നെ നിലം और പരിചാക്കുവാനിടയായി. दाऊद ने गोलियत से ऐसे कहा करके शायद मेरे पास जो हथियार तू चाहता है वो सब मेरे पास नहीं है, बल नहीं है मेरे पास, पर मेरे पास परमेश्वर का सामर्थ है और वही काफी है मेरे
मेरे लिए। ഹല്ലേലൂയ. ദാവീദ് ഒരു സാധാരണ ആമേൻ ബാലനെങ്കിലും अगर दाऊद एक साधारण व्यक्ति है, അസാധാരണനായ ഗോലിയാത്തിനെ നിമിഷങ്ങൾ കൊണ്ട് തറപറ്റിക്കുവാനിടയായി. असाधारण होने वाले गोलियत को जो है एकदम चुटकियों में जो गिरा दिया। കാരണം എന്താണ്? അവന്റെ മേൽ പകരപ്പെട്ടിരുന്ന ഈ ഒരു അഭിഷേകം അവൻ എടുത്തു പറയുവാൻ. और इसका कारण यही है करके उसके ऊपर जो सामर्थ्य जो अभिषेक उस पर आया। എന്റെ ശക്തി കൊണ്ടോ എന്റെ ബലം കൊണ്ടോ അല്ല ഞാൻ ഇത് ചെയ്യുന്നത്. वो कहता है करके ये मेरे सामर्थ्य से मेरे बल से नहीं हुआ, മറിച്ച് എന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ആത്മശക്തി കൊണ്ടാണ് ഞാൻ ഇതിനെ നേരിടുവാൻ बल्कि मैं പോകുന്നത്. इसका चुनौती इसलिए दे रहा हूं करके जो आत्मिक अभिषेक मुझे मिले, जो सामर्थ्य मुझे मिले वो देखकर। എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന മലനായ ഗോലിയാത്തിനെ പോലെ ശക്തമായ പ്രതിസന്ധികൾ, ഒരുപക്ഷെ ആമേൻ സിംഹത്തെ പോലെ കരടിയെ പോലെ തിന്നുകളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ ആമേൻ ഓടിയെടുക്കുന്ന ശക്തിയുടെ മുൻപിൽ നമ്മുടെ ബലമല്ല, അതിനപ്പുറമായി നമ്മുടെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ ശക്തി കൊണ്ട് അതിനെ നേരിടുവാനിടയായി തീരും. हमारे जीवन में भी ऐसे ही कई सारी चीज आती है, गोलियत के समान, एक शेर के समान जो आ सकते हैं, पर हम जो है हमारे सामर्थ्य से नहीं बल्कि जो सामर्थ्य परमेश्वर ने दिया है, परमेश्वर के आत्मा से उससे लड़ेंगे। സാധാരണക്കാരായ വ്യക്തികളെ ദൈവം അസാധാരണമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കും. परमेश्वर जो है साधारण लोगों को चुनता है और असाधारण काम करवाता है। ഹല്ലേലൂയ. കർത്താവദാസനായ പൗലോസ് തന്റെ ജീവിതാനുഭവത്തിൽ ഒരിക്കൽ ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി और തീർന്നു. प्रेरित पौलुस ने एक बार ऐसी गवाही दी। ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ फिलिप्पियों का पुस्तक 1 अध्याय उसके 21वें वचन को जरा ഇങ്ങനെ ध्यान കാണുവാൻ देंगे। കഴിയും. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാൽ ആകട്ടെ മരണത്താൽ ആകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. और उसने कहा करके मेरे जीवन में जो भी लज्जित होने वाला है, ये सब कारणों को छोड़कर वो कहता है करके मेरे जीवन में जो अगर मरना है तो मेरे लिए लाभ बन जाएगा। ആമേൻ. എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. मेरे पे जो एक सामर्थ्य मुझे मिला है, एक എന്റെ മേൽ अभिषेक मुझे मिला है, പകരപ്പെട്ടിരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. एक आत्मिक सामर्थ्य मुझे मिली है, ഹല്ലേലൂയ. മരണത്തെ ഭയപ്പെടാത്തതായ ഒരു അഭിഷേകം, जो मैं मृत्यु से भी नहीं डरता ऐसा एक ശത്രുവിനെ अभिषेक, ഭയപ്പെടാത്തതായ ഒരു അഭിഷേകം, शत्रुओं से भी नहीं डरता ऐसा एक अभिषेक, പൂർണ്ണ ധൈര്യത്തോടെ സുവിശേഷ ഘോഷണത്തിനായി എന്നെ ഒരുക്കുന്ന ഒരു അഭിഷേകം. पूरे साहस के साथ तैयार होने वाला, सुसमाचार बताने के लिए ആ तैयार होने ശക്തി वाला എന്റെ अभिषेक। മേലുള്ള കാലത്തോളം ഞാൻ പരാജിതനല്ല, ധൈര്യത്തോടെ ഞാൻ മുന്നേറുവാനിടയായി. जब तक ये सामर्थ्य मुझ में है, मैं कभी हारने वाला नहीं हूं, मैं एकदम धीरज के साथ आगे बढ़ने वाला हूं। Praise the Lord. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം സാധാരണക്കാരായിരിക്കാം. सुनने वाले भाई बहनों, हमें भी ये जानना है करके हम शायद साधारण लोग നമ്മുടെ रहेंगे। മുൻപിലുള്ളതായ ചലഞ്ചസ് വലുതായിരിക്കാം. हमारे सामने जो चुनौती आ रही है वो बड़ी होगी, നമ്മുടെ മുൻപിലുള്ള ശത്രു ശക്തനായിരിക്കാം. जो शत्रु हमारे सामने खड़ा है वो एकदम നമ്മുടെ बलवंत മുൻപിലുള്ള होगा, പ്രതിസന്ധി വലുതായിരിക്കാം. जो चुनौती हमारे सामने खड़ी, जो എന്നാൽ opportunity खड़ी സ്വന്തം बड़ी है, ശക്തി കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ നമുക്കതിനെ നേരിടുവാൻ കഴിയുകയില്ല. शायद हमारे खुद के सामर्थ्य से, खुद के बल से इसको नहीं फेस कर നമ്മുടെ पाएंगे। മേലൊരു ആത്മശക്തി ഉണ്ടെങ്കിൽ, परमेश्वर ने अगर एक आत्मिक शक्ति നമ്മുടെ हमें മേലൊരു दी है, ദൈവകൃപയുണ്ടെങ്കിൽ, अगर परमेश्वर की कृपा നമ്മുടെ है तो, മേലൊരു ദൈവ സാന്നിധ്യം अगर ഉണ്ടെങ്കിൽ, परमेश्वर की उपस्थिति है तो, ആമേൻ, ഈ അസാധാരണമായ ആമേൻ. കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കപ്പെടുന്നത് तो परमेश्वर കാണുവാൻ. जो है इन असाधारण कार्य को पूरा करने के लिए परमेश्वर हमें उपयोग ഇവിടെ ആളുകൾ करेगा। മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്, ഇവർ യേശുവിനോട് കൂടെയുള്ളവർ എന്ന് തിരിച്ചറിയുവാനിടയായി. और कई लोगों ने ये भी समझ लिया करके ये जो प्रेरित है, जो परमेश्वर यीशु मसीह के साथ നമ്മുടെ थे, പ്രവർത്തികൾ നാം യേശുവിനോട് കൂടെയുള്ളവരെന്ന് വെളിവാക്കട്ടെ. हमारे कार्यों से ये दिखना चाहिए करके हम यीशु मसीह के साथ हैं। ആമേൻ. നമ്മുടെ ജീവിതം നാം യേശുവിനോട് കൂടെയുള്ളവരെന്ന് വെളിവാക്കട്ടെ. हमारे जीवन से ये दिखना चाहिए करके यीशु मसीह के साथ നാം हैं। എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നാം യേശുവിനോട് കൂടെയുള്ളവരെന്ന് വെളിവാക്കട്ടെ. हम जो भी निर्णय लेते हैं ऐसा निश्चय दिखाए करके हम यीशु मसीह के साथ हैं। സാധാരണമായ ദൈവശക്തിയും ദൈവപ്രവൃത്തിയും നാം ചെയ്യും അല്ലെങ്കിൽ നമ്മിലൂടെ സംഭവിക്കുമ്പോൾ നാം യേശുവിനോട് കൂടെയുള്ളവരെന്ന് ലോകം അറിയട്ടെ. असाधारण होने वाले कार्य जब हम दिखाएंगे तब दुनिया जान जाएगी कि यीशु मसीह के साथ നമ്മുടെ है। ധൈര്യം കാണുമ്പോൾ ജനം പറയട്ടെ, ഇവർ യേശുവിനോട് കൂടെയുള്ളവർ. हमारे साहस को देख के, हमारे धीरज को देखकर प्रजा कहेंगे कि यीशु मसीह के साथ है। നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ജനം വിളിച്ചു പറയട്ടെ, ഇവർ യേശുവിനോട് കൂടെയുള്ളവർ. हमारे विश्वास को देखकर जो है प्रजा कहेगा कि यीशु मसीह के साथ है। Praise the Lord. आमेन, ഇവിടെ हालेलुया। ഈ ജനം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാനുണ്ടായ 2-3 കാര്യങ്ങൾ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, അവരുടെ സമർപ്പണമാണ്. हमें 2-3 चीजों का और ध्यान देना है करके क्यों परमेश्वर उनको उपयोग करता था। पहला, उनका समर्पण। കർത്താവ് ഈ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ परमेश्वर ने चेलों को बुलाया, അവർ പൂർണ്ണ സമർപ്പണത്തോടെയാണ് കർത്താവിനെ അനുഗമിക്കുവാൻ वो തയ്യാറായത്. पूरे समर्पण से जो है यीशु मसीह के साथ आए। അതിന്റെ ചിഹ്നമായിരുന്നു അവർക്കുണ്ടായിരുന്നൊക്കെയും അവർ വിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ. और उसका चिन्ह ये था करके उनके पास जो भी था वो सब छोड़ छाड़ कर जो है यीशु मसीह के पास आए। ആമേൻ. 2, അവരുടെ തീഷ്ണത
ആമേൻ ഈ ശുശ്രൂഷകൾക്കായിട്ട് അവരെ ഉപയോഗിക്കുവാൻ और കാരണമായി. दूसरी बात जो है उनका जो इच्छा थी, जो पूरे तरह से डेडिकेशन था, वो दिखाया उन्होंने। അവർ ഈവൻ മുഖ്യന്മാരായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഔദ്യോഗികം അല്ലെങ്കിൽ അവരുടെ ലോകപരമായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അവർ തീഷ്ണതയുള്ളവരായിരുന്നു. और जब वो एकदम डेडिकेशन से काम करते, कई सारे लोग जो है मछुआरे थे, वो भी एकदम पूरे दिल से काम करते थे। മുഖ്യന്മാരെ കുറിച്ച് നമുക്കറിയാം, ഒരു ദിവസം മീൻ പിടിച്ചില്ല എന്നോർത്ത് പിറ്റേ ദിവസം അവർ പോകാതിരിക്കുകയില്ല. हम मछुआरों के बारे में जानते करके एक दिन मच्छी नहीं मिली मतलब वो काम छोड़ते नहीं, अगले दिन वापस जाते ഒരു हैं। ദിവസം മീൻ ലഭിച്ചില്ലെങ്കിലും അടുത്ത ദിവസവും അവർ പോകും. अगर आज मच्छी नहीं मिला तो चलेगा, वो अगले दिन वापस जाएंगे। രണ്ട് ദിവസം ലഭിച്ചില്ലെങ്കിലും വീണ്ടും അവർ പോകും. अगर दूसरे दिन भी नहीं मिला तो वापस हो जाएंगे। ഓരോ പ്രാവശ്യവും എന്തുകൊണ്ട് അവർക്കത് ലഭിച്ചില്ല എന്നുള്ളത് അവർ പഠിക്കുവാനിടയായി. और एक और बार वो सीखते रहते करके आज मच्छी क्यों नहीं पकड़ അവർ पाए। ഒരുമിച്ച് നിൽക്കും. वो जो है एक साथ इकट्ठा ഒരേ होते हैं, ലക്ഷ്യത്തോടെ അവർ മുൻപോട്ട് നീങ്ങും. एक ही लक्ष्य के साथ आगे बढ़ते हैं, തീഷ്ണതയോടെ വേല ചെയ്യുന്നവർ. पूरे डेडिकेशन के साथ काम करने वाले। ഹല്ലേലൂയ. आमेन। 3, അവരുടെ മേൽ പകർന്നതായ ഒരഭിഷേകം. और तीसरी बात यह करके जो अभिषेक उन सबको मिला। പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടക്കുമ്പോൾ ആമേൻ, ആമേൻ ആ ഹല്ലേലൂയ. മുടന്തനായ മനുഷ്യനോട് പറയുന്നൊരു കാര്യമുണ്ട്. जब प्रेरित पत्रोस और യോഹന്നാൻ जो है मंदिर में जाते तो वो लंगड़े से ऐसे बात करते हैं, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. चांदी और सोना हमारे पास नहीं। ഒരു പക്ഷേ വെള്ളിയും പൊന്നുമുള്ള അനേകർ നിന്റെ അടുത്തുകൂടെ കടന്നു പോയിട്ടുണ്ടാകും. शायद तेरे पास से कई सारे लोग गुजरे होंगे जिनके हाथ में चांदी और सोना അത് होगा, തന്നെയായിരിക്കാം നീ ഞങ്ങളിൽ നിന്ന് और പ്രതീക്ഷിക്കുന്നത്. यही तूने हम में से भी इच्छा रखा होगा, പക്ഷെ നീ പ്രതീക്ഷിക്കുന്നത് തരുവാൻ ഞങ്ങളുടെ പക്കലില്ല. पर तेरी जो इच्छा है वो देने के लिए हमारे पास नहीं। മറ്റു പലർക്കും ഉള്ളത് ഞങ്ങളുടെ പക്കലില്ല. जो बाकी कई सारे लोगों के हाथ में है वो हमारे पास नहीं। പക്ഷേ നീ പ്രതീക്ഷിക്കാത്തത് മറ്റു പലർക്കും ആമേൻ. ഇല്ലാത്ത ഒന്ന് ഞങ്ങളുടെ പക്കലുണ്ട്. पर जो तेरे सोच से बाहर है, जो तूने कभी इच्छा नहीं रखा, वो एक चीज हमारे पास അത് है, കർത്താവായ യേശുവിന്റെ നാമമാണ്. और वो परमेश्वर का नाम है। യേശു ഞങ്ങളുടെ പക്കലുണ്ട്. यीशु हमारे साथ है, അവന്റെ അഭിഷേകം ഞങ്ങളുടെ उसका പക്കലുണ്ട്. अभिषेक हमारे साथ है। നിന്നെ നാളുകളായി ആമേൻ ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഇരുത്തിയിരിക്കുന്ന നിന്റെ ആമേൻ വൈകല്യത്തിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന വിടുവിക്കുന്ന ഒരു ശക്തി ഞങ്ങളുടെ और एक പക്കലുണ്ട്. सामर्थ, एक शक्ति हमारे पास है जो है तुझे जो लंगड़ा था उससे भी बचा सकते हैं। ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അവൻ എഴുന്നേൽക്കുക. और यीशु मसीह के नाम से उसे खड़ा किया। നോക്കൂ, കർത്താവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ അവരിൽ ഹല്ലേലൂയ. പകർന്ന അഭിഷേകത്താൽ അടുത്തുള്ള അധ്യായങ്ങൾ ഓരോന്നും നാം പഠിക്കുമ്പോൾ ആമേൻ. അസാധാരണമായ അനേക കാര്യങ്ങൾക്ക് Thank you, വേണ്ടി Jesus. ദൈവം അവരെ ഉപയോഗിച്ചു. ഈവൻ പത്രോസിന് നിഴൽ തട്ടിയ രോഗികൾ പോലും സൗഖ്യമായി. ആമേൻ. മരിച്ചവർ ഉയർത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമായിട്ട് ദേശം മുഴുവൻ നിറഞ്ഞു നിന്നതിന്റെ കാരണം അവരുടെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ അഭിഷേകമാണ്. और जो है आगे के इतिहास में भी ऐसे लिखा है करके इन्होंने कई सारे चमत्कार और चिन्ह की इवन जो है पत्रोस का शैडो लगकर जो कई सारे लोग जो है चंगाई प्राप्त करते हैं, मरे हुए लोग जिंदा भी उठते हैं और कई सारे चिन्ह और चमत्कार करते അതെ हैं। പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ അതിനായി ഒന്ന് വാഞ്ചിക്കാം. और आज जो है हम भी यही इच्छा रखते हैं ഒരു വലിയ परमेश्वर से। സമർപ്പണം നമുക്ക് ആവശ്യമാണ്. एक बड़ा समर्पण हमारे लिए ഒരു जरूरी है, തീഷ്ണത നമുക്കുണ്ടെങ്കിൽ, एक बढ़िया डेडिकेशन भी ഒരു जरूरी വലിയ है, അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ, और एक अच्छे बड़ा अभिषेक है तो ആമേൻ, അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ആമേൻ, ആമേൻ ഹല്ലേലൂയ. ദൈവം നമ്മെ ഉപയോഗിപ്പാനിടയായി. परमेश्वर जो है असाधारण करने के लिए हमें चुनेगा। പലതിനെയും നോക്കിക്കൊണ്ട് ഒരു പക്ഷേ നാം പറയുന്നുണ്ടാകാം, എന്നെ കൊണ്ടത് സാധിക്കുമോ, कई सारे चीजों को देखकर हम कहते होंगे ये मेरे से असंभव है, എനിക്കിതിനുള്ള കഴിവുണ്ടോ, क्या मेरे पास इसके लिए कोई എനിക്കിതിനുള്ള टैलेंट है, വിദ്യാഭ്യാസമുണ്ടോ, क्या मेरे पास इसके लिए कोई प्रैक्टिस എനിക്കിതിനുള്ള है, യോഗ്യതയുണ്ടോ. क्या मैं योग्य हूँ इन चीजों के പക്ഷേ लिए। നമ്മുടെ യോഗ്യതയേക്കാൾ അപ്പുറമായി യോഗ്യനായ ഒരുവന്റെ ആമേൻ. ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ആമേൻ യോഗ്യതയില്ലെന്ന് നാം വിധി എഴുതിയ പലതിനെയും ആമേൻ. ആമേൻ പ്രാപിച്ചെടുക്കുവാൻ ഈ ആത്മാവ് നമ്മെ पर ശക്തീകരിക്കും. हमारे योग्यता से बढ़कर जो है ये आत्मा जो हमारे में आती है सारे हमारी योग्यताओं को पूरा करता है और सारे चीजों को भी पूरा करता है। അസാധ്യതകളെ സാധ്യമാക്കുന്ന असंभव को भी ദൈവശക്തി, साध्य करने वाला परमेश्वर, അസാധാരണമായ കാര്യങ്ങൾക്കായി നമ്മെ ഉപയോഗിക്കുന്ന ദൈവശക്തി. असाधारण होने वाले कार्यों को काम करवाने वाला परमेश्वर। ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിനായി നമ്മെ ഏൽപ്പിച്ചു और കൊടുക്കാം. आज जो है हम पूरा तरह से समर्पण करें। ആമേൻ. നമ്മുടെ സാഹചര്യം എത്ര ആമേൻ ആമേൻ പ്രതികൂലമാണെങ്കിലും, हमारे हालात कितने भी बुरे हो, നമ്മുടെ അവസ്ഥകൾ എത്ര ശോചനീയമാണെങ്കിലും, हमारी जो लाइफ है कितना भी छोटा അതിന്റെ हो, മേൽ പകരുന്ന ദൈവശക്തിക്ക് നമ്മെ ആമേൻ. വ്യത്യസ്തരാക്കി തീർക്കുവാൻ കഴിയും. पर जो परमेश्वर की आत्मा हम में आएगी वो सब चीजों को बदल देगा। ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവം ശക്തനായ ദൈവം, हमारा परमेश्वर ഓ, सामर्थी നമ്മുടെ ദൈവം परमेश्वर, വലിയവനായ ദൈവം, वो बड़ा परमेश्वर നമ്മുടെ है। ദൈവം മഹാനായ ദൈവം, महान परमेश्वर അവന്റെ है। നാമം സകല നാമത്തിനും മേലായ നാമമാണ്. उसका नाम जो है सारे नामों से ऊंचा നമ്മുടെ है। മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം സകലത്തിന്റെ മേലും അധികാരം
അധികാരമുള്ളതാണ്. जो अभिषेक हमें दिया गया सारे चीजों पर अधिकार होने वाला अभिषेक है, ഹല്ലേലൂയ. ഇന്ന് പകലതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. और जो हम परमेश्वर के हाथ में समर्पण करेंगे. ഒരു നിമിഷം ദൈവത്തോട് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. सारे प्रजा जो है एक साथ समर्पण साथ प्रार्थना करेंगे. വ്യത്യസ്തനാക്കി തീർക്കണമേ കർത്താവേ. हे परमेश्वर मुझे जरा अलग कर देना परमेश्वर. സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവമേ സാധാരണ മനുഷ്യരെ നീ ആമേൻ ഉപയോഗിച്ചെങ്കിൽ ഇന്നും നിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. आमीन. असाधारण चीजों के लिए तूने जो है साधारण व्यक्तियों का उपयोग किया है, आज भी तेरा सामर्थ कम नहीं हुआ है परमेश्वर. എന്റെ സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ പരിതപിക്കുകയല്ല. परमेश्वर मेरे हालातों को देखकर मैं दुख नहीं हो रहा हूं. കഴിവുകളേക്കാൾ കഴിവുകേടുകളേക്കാൾ അപ്പുറമായി ശക്തനായ ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നു എന്നുള്ള വലിയ ഉറപ്പ് എന്റെ ഉള്ളിൽ തരണമേ കർത്താവേ. मेरे सोच और समझ से, मेरे टैलेंट से बाहर होने वाले एक असाधारण परमेश्वर की सेवा में करता हूं. കടന്നു വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തി എന്നിലുണ്ടെന്ന് തിരിച്ചറിയുവാൻ കൃപ തരണം. मेरे जीवन के जो भी हालात है उन सबको जो मैं आगे निकल सकता हूं, एक आत्मा शक्ति मुझे दे परमेश्वर. ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള ദൈവശക്തി എന്റെ മേൽ ദൈവം തന്നിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് പ്രാപിപ്പാൻ मेरे जीवन के सारे लक्ष्य को जो मैं पूरा कर पाऊं वैसा सामर्थ मुझे दे परमेश्वर. ഹല്ലേലൂയ. സാധാരണമായ ദൈവപ്രവൃത്തിക്കായി ഞങ്ങളെ സമർപ്പിക്കുന്ന एक असाधारण होने वाले परमेश्वर के कार्य के लिए हम समर्पण करते हैं. ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത ചില ദൈവപ്രവൃത്തികൾക്കായി ഞങ്ങളെ ഈ കാലഘട്ടത്തിൽ സമർപ്പിക്കുന്നു. और जो भी हमें गलत ना कहे, जो भी हमें रिजेक्ट ना करे, ऐसा एक कार्य के लिए रिजेक्ट करते हैं परमेश्वर. ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. परमेश्वर हम पूरा समर्पण करते हैं. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ആമേൻ. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ. ചേർന്ന് പാടാം. എന്നേശു എൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ആമേൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയാൽ നടത്തുന്നു. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആമേൻ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. ആമേൻ. സാധ്യ. വിശ്വാസത്തോടെ. എന്നേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ.
സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. Praise the Lord. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, തലകളെ വണക്കാമല്ലോ. കേൾക്കപ്പെട്ട ദൈവവചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തതിനാൽ സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി നന്ദി പറയാം. Thank you, Jesus. Hallelujah. പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഓ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ അവസരത്തെ തന്നല്ല കർത്താവേ. ദൈവമേ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സാമാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരായ മനുഷ്യരെ ദൈവം ഉപയോഗിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായല്ലോ. പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ആമേ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. കർത്താവേ, ഇന്നും അങ്ങ് അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഇന്നും അങ്ങ് അസാധാരണമായ പ്രവൃത്തികളെ ചെയ്യുന്ന ദൈവമാണല്ലോ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമർപ്പണമുള്ള, തീഷ്ണതയുള്ള, അഭിഷേകമുള്ള ജനത്തെ ഇന്നും ദൈവം ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഓ, ഞങ്ങൾക്ക് മുൻപ് കർത്താവ് അനേക ഭക്തന്മാരെ ദൈവം ആദാത് കാലങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾക്കായി ഉപയോഗിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് ഞങ്ങളെയും അസാധാരണമായ ദൈവപ്രവൃത്തികൾക്കായി ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, കർത്താവേ, ഉന്നതമായൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തരണമേ. ആഴമായൊരു സമർപ്പണം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഹമേ, ശക്തമായൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഓ, ഞങ്ങളുടെ മുൻപിൽ വരുന്ന ശത്രുവിനെ നേരിടുവാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ നേരിടുവാൻ, യേശുവിൻ്റെ നാമത്തെ സധൈര്യം ഉയർത്തുവാൻ, ആമേൻ, ഹല്ലേലൂയ, വിശേഷമാകുന്ന ധൈര്യത്തോടെ ശക്തിയോടെ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിന്റെ ജനത്തിന്റെ മേലെല്ലാം ആ ദൈവശക്തിയെ പകരണമേ. ഹല്ലേലൂയ. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന അസാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ജനത്തെ ദൈവം ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് നിന്റെ മക്കളെല്ലാം സമർപ്പിക്കുകയാണ്. പാപവും പരീക്ഷയും നിറഞ്ഞ ലോകത്തിൽ നിന്ന ജനത്തെ ഭദ്രമായി കാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. എല്ലാ പ്രതികൂല പ്രതിസന്ധികളിൽ നിന്നും, രോഗമഹാമാരികളിൽ നിന്നും ജനത്തെ വിടുവിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. എല്ലാ ഇപ്പോഴും എൻ്റെ കർത്താവേ, അങ്ങയുടെ അങ്ങയുടെ പ്രത്യാശയിൽ മുന്നേറുവാൻ ജനത്തെ ഇടയാക്കണമേ. ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ശുശ്രൂഷകളെല്ലാം ആദരിച്ചതിനാൽ സ്തോത്രം. നിന്റെ ജനത്തെ എല്ലാ നന്മകളാൽ നിറയ്ക്കുന്നതിനാൽ സ്തോത്രം. എല്ലാ പുകഴ്ചയും ബഹുമാനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കാവലും നാം ഏവരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. God bless you all.